തൈലം, ഓയിൻമെൻറ്റ്, 3 എബ്രായ പദങ്ങളെയും ഒരു ഗ്രീക്ക് പദത്തെയുമാണ് തൈലം എന്ന് പരിഭാഷപ്പെടുത്തിയിട്ടുള്ളത്. 1. ഷെമേൻ. ഈ എബ്രായ പദത്തെ എണ്ണയെന്നും തൈലമെന്നും പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. പിൻവരുന്ന വാക്യങ്ങളിൽ തൈലം എന്നാണ് തർജിമ. പുറപ്പാട് പുസ്തകം 30 അധ്യായം 25 വാക്യം, 2 രാജാക്കന്മാർ 20 അധ്യായം 13 വാക്യം, സങ്കീർത്തനങ്ങൾ 133:2, സദൃശവാക്യങ്ങൾ 27 അധ്യായം 9 വാക്യം, ആമോസ് പ്രവചനം 6 അധ്യായം 6 വാക്യം. 2. റോക്കാഹ്. പുറപ്പാട് പുസ്തകം 30 അധ്യായം 25 വാക്യം. 3. മെർക്കാഹാഹ്. യോബിന്റെ പുസ്തകം 41 അധ്യായം 31 വാക്യം. 4. മ്യൂറോൻ. അത് ഗ്രീക്ക് വാക്കാണ്. മത്തായി സുവിശേഷം 26 അധ്യായം 7, 9, 12. മർക്കോസ് സുവിശേഷം 14 അധ്യായം 3, 4 വാക്യങ്ങൾ. ലൂക്കോസിന്റെ സുവിശേഷം 7 അധ്യായം 37, 38, 46 വാക്യങ്ങൾ. യോഹന്നാന്റെ സുവിശേഷം 11 അധ്യായം 2 വാക്യം, 12 അധ്യായം 3, 5 വാക്യങ്ങൾ. ഇസ്രായേലിൽ ഒലിവെണ്ണ അഥവാ ഷെമേൻ ആണ് തൈലത്തിലെ പ്രധാന ഘടകം. ഒലിവെണ്ണയോടുകൂടി പല സുഗന്ധദ്രവ്യങ്ങളും ചേർത്താണ് തൈലം നിർമ്മിക്കുന്നത്. സുഗന്ധ തൈലം, സഭാപ്രസംഗി 7 അധ്യായം 1 വാക്യം. പരിമള തൈലം, 2 രാജാക്കന്മാർ 20 അധ്യായം 13 വാക്യം. സൗരഭ്യ തൈലം, ഉത്തമഗീതം 1 അധ്യായം 3 വാക്യം. വിശേഷ തൈലം, ആമോസ് പ്രവചനം 6 അധ്യായം 6 വാക്യം എന്നീ പേരുകളാണ് അത് വ്യക്തമാക്കുന്നത്. ഒലിവെണ്ണ മാത്രവും തൈലമായി ഉപയോഗിച്ചിരുന്നു. ആവർത്തന പുസ്തകം 28 അധ്യായം 40 വാക്യം. തൈലം നിർമ്മിക്കുന്നതിന് അസംസ്കൃത വസ്തുക്കൾ ചതച്ചു പൊടിച്ച് എണ്ണയിലിട്ട് തിളപ്പിക്കും. ഇതിൻ്റെ ഒരു സൂചന യോബിന്റെ പുസ്തകം 41:31 മഹാനക്രം വെള്ളം കലക്കുന്നതിനെ തൈലക്കലത്തിലെ പ്രക്രിയയോടാണ് ഉപമിച്ചിരിക്കുന്നത്. കലത്തെ പോലെ അത് ആഴിയെ തിളപ്പിക്കുന്നു, സമുദ്രത്തെ അത് തൈലം പോലെയാക്കി തീർക്കുന്നു. തൈലം അമൂല്യമായി കരുതപ്പെട്ടിരുന്നു. ഹിസ്കിയ രാജാവിൻ്റെ അമൂല്യ വസ്തുക്കളുടെ കൂട്ടത്തിൽ പരിമള തൈലവും ഉൾപ്പെട്ടിരുന്നു. 2 രാജാക്കന്മാർ 20:13. ഈജിപ്തിലെ ടൂറ്റാങ്കമന്റെ ശവകുടീരത്തെ കള്ളന്മാർ ഭേദനം നടത്തിയത് തൈലം മോഷ്ടിക്കുവാനായിരുന്നു. അവർ സ്വർണ്ണ വസ്തുക്കളെ തൊട്ടില്ല. മറിയ യേശുവിൻ്റെ പാദം അഭിഷേകം ചെയ്തത് വിലയേറിയ സ്വച്ഛ ജഡാമാംസ്യ തൈലം കൊണ്ടായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 12 അധ്യായം 3, 5 വാക്യങ്ങൾ. ഭാരതത്തിൽ നിന്ന് ഇറക്കുമതി ചെയ്തതായിരുന്നു എന്ന് കണക്കപ്പെടുന്നു. രാജാക്കന്മാരെ അഭിഷേകം ചെയ്യാനുള്ള തൈലം തൈലപാത്രത്തിലോ കൊമ്പിലോ സൂക്ഷിച്ചിരുന്നു. 1 ശമൂവേൽ 10:1, 2 രാജാക്കന്മാർ 9:1, 1 ശമൂവേൽ 16:1, 1 രാജാക്കന്മാർ 1 അധ്യായം 39 വാക്യം. മറിയ യേശുവിനെ അഭിഷേകം ചെയ്ത പരിമള തൈലം സൂക്ഷിച്ചിരുന്നത് വെൺകൽ ഭരണിയിലായിരുന്നു. മത്തായി 26:7. തൈലം സൂക്ഷിക്കുന്നതിന് അനുയോജ്യമായ പാത്രം വെൺകൽ ഭരണിയാണെന്ന് പ്ലീനി പറഞ്ഞിട്ടുണ്ട്. വിശേഷ തൈലങ്ങൾ ദൂരദേശങ്ങളിൽ കൊണ്ടുപോയിരുന്നത് വെൺകൽ ഭരണിയിലായിരുന്നു. പലസ്തീനിൽ നിന്നും ഈജിപ്തിൽ നിന്നും ഇമ്മാതിരി ഭരണികൾ കണ്ടെടുത്തിട്ടുണ്ട്. ഭരണിയുടെ അടപ്പുകൾ അടച്ച് മുദ്രയിട്ടിരിക്കും. അതിനാലാണ് ഭരണിയുടെ കഴുത്ത് പൊട്ടിച്ച് തൈലം പകരുന്നത്. സമീപ പൂർവ്വദേശങ്ങളിലെ വരണ്ട കാലാവസ്ഥയിൽ ശരീരത്തിൽ തൈലം പൂശുക സാധാരണമാണ്. ത്വക്ക് വരണ്ടു പോകാതിരിക്കുവാനാണ് ഇപ്രകാരം ചെയ്യുന്നത്. കുളിച്ചതിന് ശേഷം ശരീരത്തിൽ തൈലം പൂശും. രൂത്ത് 3 അധ്യായം 3 വാക്യം, 2 ശമൂവേൽ 12 അധ്യായം 20 വാക്യം. അഹശ്വേരോശ് രാജാവിൻ്റെ അടുക്കൽ ചെന്നതിന് മുമ്പ് എസ്തേർ രാജ്ഞി തൈലം പൂശി. മൂർതൈലം, എസ്തേർ 2 അധ്യായം 12 വാക്യം. കന്യകമാരെ വശീകരിക്കുന്നതിന് പുരുഷന്മാർ സൗരഭ്യ തൈലം ഉപയോഗിക്കും. ഉത്തമഗീതം 1 അധ്യായം 3 വാക്യം. വിരുന്നുകളിൽ ആദരസൂചകമായി അതിഥിയുടെ തലയെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരുന്നു. പരീശനായ ശീമോൻ യേശുവിൻ്റെ തലയെ എണ്ണ കൊണ്ടുപോലും അഭിഷേകം ചെയ്തില്ല. എന്നാൽ പാപിനിയായ സ്ത്രീ പരിമള തൈലം കൊണ്ട് കർത്താവിൻ്റെ കാലിൽ പൂശി. അതിനെക്കുറിച്ച് യേശു പറഞ്ഞത്, നീ എൻ്റെ തലയിൽ തൈലം പൂശിയില്ല,
ഇവളോ പരിമള തൈലം കൊണ്ട് എൻ്റെ കാൽ പൂശി. ലൂക്കോസ് 7:46 സന്തോഷസൂചകമായി ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യും. സങ്കീർത്തനം 45:7. യെശയ്യാ പ്രവചനം 61:3. വിലാപകാലത്തും ദുഃഖസമയത്തും തൈലം ഉപയോഗിക്കുകയില്ല.